ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്ലാന്റ് കളക്ട് ചെയ്യുന്നത് അതേപോലെ എങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വളർത്തിയെടുക്കാനുള്ളത് നോക്കാം. ഇൻഡോർ പ്ലാന്റായിട്ട് നമ്മൾ മിക്കവാറും നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് നമ്മുടെ മണി പ്ലാന്റുകളും പൊത്തസ് ചെടികളും ഒക്കെയാണ്. പൊത്തസ് ചെടികളൊക്കെ നമ്മൾ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പോട്ടാണ്. അപ്പോൾ നമ്മൾ സെറാമിക്കിൻ്റെ പോട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള പോട്ടുകൾ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ എൻജോയ് പോത്തോസ് സെറ്റ് ചെയ്തിട്ടുള്ള പോട്ടാണ്. ഇതിൻ്റെ അകത്ത് ചെറിയ പോട്ടുണ്ട്. അപ്പോൾ ആ പോട്ടാണ് ഈ ഒരു ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ ഈ പോട്ടും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം കട്ടിയുള്ള അതേപോലത്തെ ഒരു ഫൈബറിൻ്റെ ഒരു പോട്ടാണ്. ബ്ലാക്ക് പോട്ടാണ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു വെറൈറ്റി മഞ്ജുള വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു വൈറ്റ് അതേപോലെ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മളെ ചെടിയുടെ ഈ ലീഫിൻ്റെയൊക്കെ നിറത്തിനനുസരിച്ച് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ചെടികൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഇതേപോലെ സ്പ്രെഡായിട്ട് വളർന്നിട്ടുള്ള ചെടികളുടെ ഇതേപോലെയാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്താൽ തന്നെ നമുക്ക് 2 ലീഫ് നോഡുകൾ കിട്ടും. അതിലൊക്കെ നമുക്ക് തൈകളാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ലീഫ് നോഡുകളാണ് നമ്മൾ കട്ട് ചെയ്ത് ചെടി വളർത്തിയെടുക്കാൻ പോകുന്നത്. അതേപോലെ നമ്മുടെ മാർബിൾ പോത്തോസ് ഉണ്ട്. ഇത് നമ്മളിതിന് മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്താണ്. ഇത് നമ്മൾ ഇതേപോലെ ലീഫ് നോഡ് വെച്ച് കട്ട് ചെയ്ത് വളർത്തിയെടുത്തതാണ്. നമ്മുടെ നിയോൺ പോത്തോസാണ്. നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, ലീഫുകളൊക്കെ നിറയെ വളർന്നു വന്നിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ടാണ്. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഹാങ് ചെയ്യാനുള്ള പാകമായിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മാസമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ ഒരു രീതിയിൽ തന്നെ നമ്മളെ പോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിങ്ങുകൾ എടുക്കാം. നമ്മൾ മഞ്ജുള വെറൈറ്റിയാണ് എടുക്കുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഫ് നോഡുകൾ നോക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. പുറത്തേക്ക് വളർന്നു വരുന്ന ഇതേപോലത്തെ തണ്ടുകൾ നമ്മൾ ഒന്നെങ്കിൽ ചെടി അകത്തേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോട്ടുന്ന പുതിയ തൈകൾ വീണ്ടും വളർന്നു വരും. പോട്ട് നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചെടികളെ പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കട്ടിങ് 2 പീസസ് ആക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ലീഫ് വെച്ചിട്ട് ഈ രീതിയിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഇത് 2 പീസായി വയ്ക്കാം. ഇതിന് നമുക്ക് തൈകൾ കിട്ടും. അതേപോലെ ഇതും നമുക്ക് വളർന്ന് കിട്ടും. ഇതേപോലെ തന്നെ ഒരു കട്ടിങ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചട്ടിയിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. ഇത്രയും തന്നെ ധാരാളം. നമ്മൾ എടുത്തിട്ടുള്ള പോട്ടിലേക്ക് ബുഷ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കട്ടിങ്ങൾ മതിയോ. ബാക്കിയുള്ള ചെടിയുടെ ഭാഗങ്ങൾ നമ്മൾ പോട്ടിലേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ പോട്ടി മിക്സ്. പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഓവർ നമ്മൾ വെള്ളം കലർന്നിട്ടുള്ള പോട്ടി മിക്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ടുള്ള പോട്ടി മിക്സ് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചെടി വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ 3/4 ഭാഗത്തോളം നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ചെടി വെച്ചതിന് ശേഷം നമ്മളെടുത്തിട്ടുള്ള ലീഫ് നോഡുകൾ ഇതേപോലെ നമ്മുടെ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ലീഫുകൾ മുകളിലേക്ക് കാണുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ വെച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് കുറച്ചുകൂടി നമ്മളത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. സിംഗിൾ ലീഫ് വരെ നമുക്ക് ഇതേപോലെ തൈകളാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇൻഡോറായിട്ടാണ് വയ്ക്കുന്നത്. വെയിലത്ത് ഡയറക്റ്റ് വയ്ക്കാതിരിക്കുക.
2 ആഴ്ച കഴിയുമ്പോഴേ ചെടി സെറ്റാവും. പിന്നീട് നമുക്ക് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.